Dear students, ഈ ക്ലാസ്സിലൂടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ളതാണ്. സെക്യൂരിറ്റി അനാലിസിസ് അല്ലേ, എന്താണ് സെക്യൂരിറ്റി അനാലിസിസ്, അത് ചെയ്യുന്നതിനുള്ള അപ്രോച്ചസ് അല്ലെങ്കിൽ ടൈപ്സ് എന്തൊക്കെയാണ്, ആ ഓരോ ടൈപ്പും അനാലിസിസ് അനുസരിച്ച് എങ്ങനെയാണ് സെക്യൂരിറ്റീൻ്റെ വാല്യൂ നിശ്ചയിക്കുക. ഓക്കെ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. സെക്യൂരിറ്റിയുടെ വാല്യുവേഷൻ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. ബോണ്ട് വാല്യുവേഷൻ, ഇക്വിറ്റി വാല്യുവേഷൻ എന്നൊക്കെ പഠിക്കേണ്ടത് അല്ലേ. ഇതെല്ലാം സെക്യൂരിറ്റി അനാലിസിസിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രോസസ്സായിരുന്നു. സോ നമ്മൾ സ്ട്രേറ്റ് അവേ എന്താണ് സെക്യൂരിറ്റി അനാലിസിസ് നോക്കാം. സോ മീനിങ് ഓഫ് സെക്യൂരിറ്റി അനാലിസിസ്, ഇറ്റ് റെഫേഴ്സ് ടു a detailed study of the scope and potentials of a security for the purpose of taking investment decision. Clear? After all, investors are required to take investment decision. Clear? And what are all called investment decision? Investment decisions are those decisions such as whether to buy or when to buy, what to buy, or what to sell, whether to sell or when to sell. ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വിൽക്കണം, എന്തുകൊണ്ട് വാങ്ങിക്കണം, എന്തുകൊണ്ട് വിൽക്കണം അല്ലേ. അപ്പം അതിന് നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ ആവശ്യമാണ്, ഒരു റാഷണൽ ആയിട്ടുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പം അതൊക്കെ എടുക്കണമെങ്കിൽ വെറുതെ എടുക്കുന്നതിന് പകരം അല്ലേ, ബ്ലൈൻഡ് ആയിട്ടൊരു തീരുമാനം എടുക്കുന്നതിന് പകരം ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ചില ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുന്നു. ആ ഇൻഫർമേഷനെ മീനിങ് ഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. ക്ലിയർ? അപ്പോൾ അതൊരു സയൻറ്റിഫിക് വേ ആയിട്ട് മാറും. സോ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി എന്തിനെക്കുറിച്ച് നടത്തുന്നു, സ്കോപ്പ് ആൻഡ് പൊട്ടൻഷ്യൽസ് ഓഫ് എ സെക്യൂരിറ്റി. ഒരു സെക്യൂരിറ്റി വാങ്ങിക്കുകയോ വിൽക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ സ്കോപ്പ്, എന്തൊക്കെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽസ്, എന്തൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്, എന്തെല്ലാം റിസ്ക് വരാൻ സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുക. സോ ദാറ്റ് ഈസ് കോൾഡ് സെക്യൂരിറ്റി അനാലിസിസ്. സോ എ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് മെത്തഡോളജീസ് ആർ adopted for the analysis. So for the conducting security analysis, the analyst or portfolio managers often follows certain scientific methods or scientific approaches or follows certain systematic approaches. ക്ലിയർ? അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജീസ് ഉപയോഗിച്ച് നമ്മളിത് ചെയ്യുന്നതുകൊണ്ട്, അനലൈസ് ചെയ്യുന്നതും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നതാണ് ഇത്. സോ മെറിറ്റ്സ് ഓഫ് എ സെക്യൂരിറ്റി ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിസ്ക് എക്സ്പോഷർ ആൻഡ് റിട്ടേൺ പോസിബിലിറ്റീസ് ആർ സ്റ്റഡി. ഒരു സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അല്ലേ, ഷെയർ, ഡിബെഞ്ചർ പോലുള്ള ഐറ്റം. അപ്പോൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ച്, എന്താ മെറിറ്റ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്, എത്രമാത്രം റിസ്ക് എക്സ്പോഷർ അതിലുണ്ട് അല്ലേ, നഷ്ടസാധ്യതയുണ്ട്, എത്രമാത്രം റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ക്ലിയർ? സോ ഇൻഫറൻസസ് were made from the analyzed data. ഇങ്ങനെ ഡാറ്റ അനലൈസ് ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള ഇൻഫറൻസ് എടുക്കുന്നു. ക്ലിയർ? ഇപ്പോൾ പ്രൈമറി ഡാറ്റ ഉപയോഗിക്കുന്നു, സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്നു, കമ്പനി ഡാറ്റ ഉപയോഗിക്കാം, മാർക്കറ്റ് ഡാറ്റ ഉപയോഗിക്കാം, എക്കണോമിക് ഡാറ്റ ഉപയോഗിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ഡാറ്റയെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് security analysis. So it is nothing but, in simple words, it is nothing but a detailed analysis of securities forming part of our investment. Clear? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നടത്തുന്ന ഒരു സ്റ്റഡിക്കാണ്, സയൻറ്റിഫിക് ആയിട്ട് നടത്തുന്ന ഒരു സ്റ്റഡിക്കാണ് സെക്യൂരിറ്റി അനാലിസിസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ സെക്യൂരിറ്റി അനാലിസിസിൽ വരുന്നൊരു കാര്യം എന്താണ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോക്കുകയാണെങ്കിൽ, the concept was coined by Benjamin Graham and David Dodd in 1934. Clear? ഇത് വളരെ മുമ്പ് തൊട്ട് തന്നെ ക്ലാസിക്കലി അവൈലബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് സെക്യൂരിറ്റി അനാലിസിസ് അല്ലേ. നമ്മൾ സെക്യൂരിറ്റി അനലൈസ് ചെയ്യാതെ ഒന്നും വാങ്ങിക്കുക വിൽക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ പണ്ട് കാലങ്ങളിൽ 90s മുമ്പ്, 1990-കൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1900-കൾക്ക് മുമ്പ് അല്ലേ, 1900 എന്ന് പറയുമ്പോൾ
20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിന് മുമ്പ്. അപ്പോൾ 19th സെഞ്ച്വറി ആ പീരീഡിലെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റികൾ ഉണ്ടായിരുന്നു, ഷെയർ ആൻഡ് ഡിബഞ്ചറൊക്കെ ട്രേഡ് ചെയ്തിരുന്നു. പക്ഷേ അത്രത്തോളം അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനും ഒന്നും നടത്തിയിരുന്നില്ല. ക്ലിയർ? ചില ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലോ ചില സാധ്യതകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പക്ഷേ 1900 അല്ലെങ്കിൽ 1900 ബിഗിനിങ് മുതൽ 20th സെഞ്ച്വറിയുടെ ബിഗിനിങ് തൊട്ട് ഇതിന് കുറച്ചുകൂടെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് വേണമെന്ന് തോന്നുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലിയർ ചില സയൻറ്റിഫിക് അപ്രോച്ചിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും മെത്തേഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തിയറി ബിൽഡിംഗ് ഒക്കെ നടക്കേണ്ടായി. ക്ലിയർ? സോ ദ ഏർലി പാർട്ട് ഓഫ് 20th സെഞ്ച്വറി ഹാസ് വിറ്റ്നസ്ഡ് for the building up of certain theories related to investment, okay, or investment decision making. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിനെ കുറച്ചുകൂടെ തിയറട്ടൈസ് ചെയ്താൻ വേണ്ടി ക്ലിയർ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വേയിൽ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ടേമാണ് സെക്യൂരിറ്റി അനാലിസിസ്. അപ്പോൾ അത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് മാറി. സോ സെക്യൂരിറ്റി അനാലിസിസ് പ്രധാനമായിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്താണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് താഴെ നോക്കാം. എങ്കിലും അത് ഈ സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ള ടേം തന്നെ കോയിൻ ചെയ്യപ്പെടുന്ന 1934 ബെഞ്ചമിൻ ഗ്രഹാം ആൻഡ് ഡേവിഡ് ഡോഡ് എന്ന് പറയുന്ന വ്യക്തികൾ ഒരു പബ്ലിക്കേഷൻ ചെയ്യേണ്ടായി. ക്ലിയർ? അപ്പോൾ ആ പബ്ലിക്കേഷൻ അതിൻ്റെ ബുക്കിൻ്റെ ടൈറ്റിൽ ഇതാണ്, സെക്യൂരിറ്റി അനാലിസിസ് എന്നുള്ളൊരു ടൈറ്റിലാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിനുശേഷമാണ് ഈ സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടേമിന് വളരെയധികം പ്രചാരം ഉണ്ടായത്. ക്ലിയർ? അപ്പോൾ അതിനുശേഷം വളരെയധികം പോപ്പുലറായി, മറ്റുള്ള ആളുകളൊക്കെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ക്ലിയർ? അതുകൊണ്ട് സെക്യൂരിറ്റി അനാലിസിസ് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലേ ഒരു മിനിമം ലെവൽ അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ക്ലിയർ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് ഇൻട്രൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഡിഫറൻസിൽ നിന്നും അല്ലെങ്കിൽ അതെല്ലാം നോക്കി ലോങ് ടേമിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ലോങ് ടേമിൽ റിട്ടേൺ ഒരു നോർമൽ ആയിട്ടുള്ളൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ത് ഫോളോ ചെയ്യാൻ തുടങ്ങി? സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യും. അപ്പോൾ അവർ നേരത്തെ വെറുതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? അനലൈസ് ചെയ്ത് ഇൻഫർമേഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? സെക്യൂരിറ്റികൾ വാങ്ങിക്കുകയും വിൽക്കുകയും തുടങ്ങി. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഈ സെക്യൂരിറ്റി അനാലിസിസിനെ ക്ലിയർ നമ്മൾ എന്ത് പറയാറുണ്ട്, ഈ ബുക്കിനെ ഇറ്റ് ഈസ് സംടൈംസ് റിഗാർഡഡ് ആസ് ദി ബൈബിൾ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. വാല്യൂ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് കൊണ്ട് മീൻസ് ചെയ്യുന്നത് എന്താ? ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ? ബൈ അനലൈസിങ് സെക്യൂരിറ്റീസ്. ക്ലിയർ? ഫണ്ടമെൻ്റൽ അനാലിസിസ് പോലെ അനാലിസിസ് ഒക്കെ ഉപയോഗിച്ച് ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഷെയർ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നല്ല സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം എന്ത് ചെയ്യുന്നു? ലോങ് പീരീഡിലേക്ക് അത് ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. ക്ലിയർ? അപ്പം അത്തരത്തിലുള്ളൊരു വാല്യൂ അവരുടെ ഉദ്ദേശം എന്താ? ഇൻ ഫ്യൂച്ചറിൽ കുറേ വർഷം കഴിയുമ്പോൾ വാല്യൂ എന്ത് ചെയ്യും? വർദ്ധിച്ചു കൊണ്ട് വരും. ക്ലിയർ? അവർക്കൊരു എക്സ്ട്രാ വർത്ത് ഉണ്ടാക്കിയെടുക്കുക. അവരുടെ വർത്ത് അല്ലെങ്കിൽ അവരുടെ നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യും. പ്രസൻറ്റ് വാല്യൂ ഓഫ് ദെയർ നെറ്റ് വർത്ത് വിൽ ഇൻക്രീസ് എന്നുള്ളൊരു അസംഷനിലാണ് ഇത് ചെയ്തുകൊണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാം ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് ക്ലിയർ വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബുക്ക് എന്തായിട്ട് മാറി? ഒരു ഒതൻറ്റിക് ബുക്കായിട്ട് മാറി. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താ അറിയപ്പെടുന്നു? ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദി ബൈബിൾ. ക്ലിയർ? ഇറ്റ് ഫോംസ് ദി ബേസിസ് ഫോർ ഫണ്ടമെൻ്റൽ അനാലിസിസ്. നമ്മൾ സെക്യൂരിറ്റി അനാലിസിസിന് ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉണ്ട്, ടെക്നിക്കൽ അനാലിസിസ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ ചില വാല്യൂസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ക്ലിയർ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ചില ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനെ പ്രിഡിക്റ്റ് ചെയ്ത് അത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എങ്ങനെ സ്വാധീനിക്കുന്നത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? ഷെയറിൻ്റെ വർത്ത് വെരിഫൈ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ബേസിസ് ആയിട്ട് ഒരു തിയറി ആയിട്ട് ഇതിനെ കണക്കാക്കപ്പെടുന്നു സെക്യൂരിറ്റി അനാലിസിസ്. ക്ലിയർ? Then it provides the scientific outlook to the process of investment and portfolio management. Clear? ഇപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനും ഇൻവെസ്റ്റ് മാനേജ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ ചെയ്തെടുക്കാനുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഇത് പ്രദാനം ചെയ്തു. ഏത്? സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. ക്ലിയർ? ബുക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു തിയറി. ക്ലിയർ? അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ് ബെഞ്ചമിൻ ഗ്രഹാം ആൻഡ് ഡേവിഡ് ഡോഡ് ചെയ്യുന്നത്. ക്ലിയർ? ദാറ്റ് വാസ് ഇൻ ദ ഇയർ 1934.
ദെൻ അപ്രോച്ചസ് ടു സെക്യൂരിറ്റി അനാലിസിസ്. പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് അപ്രോച്ചസ് എന്ന് പറഞ്ഞത് അല്ലേ? ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ് നോക്കാം. സോ റെഫേഴ്സ് ടു ദ സിസ്റ്റമാറ്റിക് ആൻഡ് സയൻറ്റിഫിക് വേ ഓഫ് സ്റ്റഡിങ് the potentials of a security through certain fundamental factors. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സെക്യൂരിറ്റിയുടെ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കാൻ വേണ്ടി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് പഠിക്കുന്നു. ക്ലിയർ? സോ ദേ ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് സെക്യൂരിറ്റി വാല്യൂ. ഒരു ഷെയറിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതിനുള്ള ഡിറ്റർമിനൻസ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫാക്ടർ. അതുകൊണ്ടാണ് നമ്മൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഇപ്പം ചില ഘടകങ്ങൾ ഷെയറിൻ്റെ വാല്യൂവിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. അപ്പം അത്തരത്തിലുള്ള ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു? സയൻറ്റിഫിക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കുന്നു. ക്ലിയർ? സോ ഇറ്റ് സ്റ്റഡീസ് the fundamental aspects of security such as performance and indicators of economy, industry and company. ഇവിടെ എന്ത് ചെയ്യുന്നു? ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഈ ഘടകങ്ങൾ, ഏതിൻ്റെയൊക്കെ ഘടകങ്ങൾ? എക്കണോമി അല്ലേ? ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ഗ്രോ ചെയ്യുന്നു അതിനനുസരിച്ച് കമ്പനിക്കും ഗ്രോ ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുകൊണ്ട് എക്കണോമിക്കലായുള്ള, പ്രത്യേകിച്ച് മാക്രോ എക്കണോമിക്കൽ. ക്ലിയർ? അപ്പോൾ മാക്രോ എക്കണോമിക്കൽ സ്റ്റഡി ഇവിടെ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ മാക്രോ എക്കണോമി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? നേരത്തെ നിങ്ങൾ എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. സോ മാക്രോ എക്കണോമിക്കൽ സ്റ്റഡി ചെയ്യുന്നു. തന്നെയോ ഇൻഡസ്ട്രി അനാലിസിസ്. എന്താ ഇൻഡസ്ട്രി? ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്നു. ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ഏതോ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലാണ് അല്ലേ? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, IT ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ഇപ്പോൾ ഓരോന്നിനും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ കോവിഡിൻ്റെ ഒരു കാലത്ത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്നു അല്ലേ? മാർക്കറ്റ് ഉണ്ടാകുന്നു, പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകുന്നു, റവന്യൂ ഉണ്ടാകുന്നു അല്ലേ? ഇങ്ങനെ ഓരോ സെക്ടർക്കും ഓരോരോ പൊട്ടൻഷ്യൽസ് ഉണ്ടാവും. ചെറിയ IT ബൂം വരുന്ന സമയത്ത് IT കമ്പനികൾ വികസിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഘടകങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കമ്പനി, ഏത് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്, ആ കമ്പനി എന്താണ്, കമ്പനിയുടെ ഫാക്ടേഴ്സ് എന്താണ്, മാനേജ്മെൻറ്റ് എന്താണ്, പ്രോഫിറ്റബിലിറ്റി എന്താണ്, ലിക്വിഡിറ്റി എന്താ, സോൾവൻസി എന്താ അല്ലേ? ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ കമ്പനിയെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. സോ the purpose is to ascertain ഇൻട്രിൻസിക് വാല്യൂ ഓർ റിയൽ വർത്ത് ഓഫ് സെക്യൂരിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് ഇതാണ്: ഷെയറിൻ്റെ റിയൽ വാല്യൂ കണ്ടുപിടിക്കുക, ഇൻട്രിൻസിക് വാല്യൂ കണ്ടുപിടിക്കുക, എസ്റ്റിമേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക, തിയററ്റിക്കലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് പറയുക? ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുക. സോ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫോമിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊക്കെ നമ്മൾ വാല്യുവേഷൻ സമയത്ത് പഠിച്ചു അല്ലേ? ബോണ്ട് വാല്യുവേഷനും ഇക്വിറ്റി വാല്യുവേഷൻ സമയത്തൊക്കെ അത് പഠിക്കേണ്ടായി. സോ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ വാല്യൂ ചെയ്യും. Then this intrinsic value is then compared with the current market price to determine whether it is underpriced or overpriced. ഇതിനെ ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് എന്ത് ചെയ്യുന്നു? കറണ്ട് മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് നമ്മുടെ ഷെയർ ഇപ്പോൾ അണ്ടർ പ്രൈസ്ഡ് ആണോ അതോ ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ക്ലിയർ? ഇങ്ങനെ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അണ്ടർ പ്രൈസ് ആണോ ഓവർ പ്രൈസ് ആണെന്ന് പറയുക? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഇഫ് ഇൻട്രിൻസിക് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ദി കറണ്ട് മാർക്കറ്റ് പ്രൈസ് then we term it as underpriced security. ഇൻട്രിൻസിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത് കൂടുതലും കറണ്ട് മാർക്കറ്റ് പ്രൈസ് കുറയുവാണെങ്കിൽ അല്ലേ, അത് അണ്ടർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്? ബൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈ ചെയ്ത് എടുത്തു വയ്ക്കാം. ക്ലിയർ? അതുപോലെ തന്നെയാണ് തിരിച്ചും. ഇഫ് ദ ഇൻട്രിൻസിക് വാല്യൂ ഇസ് ലെസ്സർ ദാൻ ദി കറണ്ട് മാർക്കറ്റ് പ്രൈസ്, അപ്പോൾ അതിന് നമ്മൾ ഓവർ പ്രൈസ്ഡ് സെക്യൂരിറ്റി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? അതിനെ സെൽ ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ബൈ അല്ലെങ്കിൽ സെൽ ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടി ഫണ്ടമെൻ്റൽ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ വേറെ ഒരു കാര്യം കൂടെ നോക്കുകയാണെങ്കിൽ 2 types of approaches for fundamental analysis. ഇത് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 2 മെത്തഡോളജി നമുക്ക് ഫോളോ ചെയ്യാം, 2 വേയ്സ് അതിലൂടെ ചെയ്യാം. ക്ലിയർ? അതിനെ ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നു, വേറെ ഒന്നിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയും. ക്ലിയർ? സോ വാട്ട് ഈസ് ടോപ്പ് ഡൗൺ? ടോപ്പിൽ നിന്ന് ഡൗണിലേക്ക് വരിക, മുകളിൽ നിന്ന് താഴേക്ക് വരിക. ക്ലിയർ? ഇപ്പോൾ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അതിനെ നമ്മൾ EIC അനാലിസിസ് എന്നൂടെ പറയും. EIC, E stands for economy, I stands for industry and C stands for the company. ക്ലിയർ? എക്കണോമി എന്ന് പറയുന്നത് ഒരു ബ്രോഡാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും ടോപ്പിലുള്ളതാണ്. ക്ലിയർ? ജനറൽ ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ്, ഓൾ ഇൻഡസ്ട്രീസ്. ക്ലിയർ? അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ വരുന്ന, ഏറ്റവും കോറായിട്ടുള്ള, ക്ലിയർ, ഏറ്റവും മുകളിലേക്ക് വരുന്ന, ഔട്ടറായിട്ട് വരുന്ന. ക്ലിയർ? ഇൻഡസ്ട്രി എന്താ? അതിൻ്റെ ഇടയിൽ എക്കണോമിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരെന്നാണ് ഇൻഡസ്ട്രി. ക്ലിയർ? ഇൻഡസ്ട്രിക്ക് ശേഷം വരുന്ന ഏറ്റവും ചെറിയ താഴെ തട്ടിൽ വരുന്നതാണ് എന്ത്? കമ്പനി. അപ്പോൾ ആദ്യം എക്കണോമിയെക്കുറിച്ച് പഠിക്കുന്നു,
അതിനുശേഷം ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽസ് എന്താണെന്ന് പഠിക്കുന്നു, പിന്നീട് കമ്പനിയുടെ പൊട്ടൻഷ്യൽസിനെ കുറിച്ച് പഠിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെ EIC അനാലിസിസ് അല്ലെങ്കിൽ EIC അപ്രോച്ച് എന്ന് പറയും. സോ ഇതാണ് ഒരു തരത്തിൽ നമ്മൾ നടത്താവുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഇതേ ഫണ്ടമെൻ്റൽ അനാലിസിസ് തന്നെ തിരിച്ചും ചെയ്യാം. എങ്ങനെ? ബോട്ടം അപ്പ് അപ്രോച്ച്. എന്താ ഈ ബോട്ടം അപ്പ് അപ്രോച്ച്? ഇവിടെ CIE അനാലിസിസ് എന്നാണ് പറയുക. എന്താ CIE? ആദ്യം കമ്പനിയെ കുറിച്ച് പഠിക്കുന്നു, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ, ക്ലിയർ, PE റേഷ്യോ, ഇങ്ങനെ കമ്പനിയെ കുറിച്ച് മാത്രം പഠിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? അടുത്തത് ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുന്നു. ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എത്രയാണ്, ഇൻഡസ്ട്രിയുടെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ക്ലിയർ, ഇൻഡസ്ട്രിയുടെ ലൈഫ് സൈക്കിൾ എന്താ, അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കും. പിന്നീട് എക്കണോമിയെ കുറിച്ച് പഠിക്കും. എക്കണോമിക്കൽ ഗ്രോത്തും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്, മാക്രോ എക്കണോമിക്കൽ ഡാറ്റയെക്കുറിച്ച് പിന്നീട് പഠിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ CIE അനാലിസിസ് എന്ന് പറയും. എങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്നത് EIC അനാലിസിസ് ആണ്. ദാറ്റ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത്. The aim is to arrive at an intrinsic value of the security. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? സോ ഇൻട്രിൻസിക് വാല്യൂ is compared with the market price to decide whether security is underpriced or overpriced, and investment decision will be based on this comparison. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യുന്നത്. ദെൻ അടുത്തതായിട്ട് വരുന്നത് എന്താ? നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ആണ് രണ്ടാമത്തെ ഘടകം. ക്ലിയർ? അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉള്ളതുപോലെ ഇതെന്താണ്? ടെക്നിക്കൽ ആസ്പെക്ട്സ്, മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ക്ലിയർ? സോ ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ദി ടെക്നിക്കൽ ആസ്പെക്ട്സ് റദർ ദാൻ ഫണ്ടമെൻ്റൽ ആസ്പെക്ട്സ്. ക്ലിയർ? ഇവിടെ കമ്പനിയോ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയോ ഗ്രോത്തോ അതൊന്നും അല്ല നോക്കുന്നത്. പകരം എന്ത് ചെയ്യുന്നു? ചില ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന സ്റ്റഡീസാണ്. ക്ലിയർ? അതുകൊണ്ട് ഇതിന് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് വേണമെങ്കിലും പറയാം. ക്ലിയർ? സോ ഇറ്റ് സ്റ്റഡീസ് ദ ബിഹേവിയർ and movement of securities market and the individual securities market, ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്? ബുള്ളിഷ് ആണോ, ബിയറിഷ് ആണോ, പ്രൈസസ് കൂടി വരികയാണോ, കുറഞ്ഞു വരികയാണോ, അപ്പ് ട്രെൻഡ് ആണോ നടക്കുന്നത്, ഡൗൺ ട്രെൻഡ് ആണോ നടക്കുന്നത്? ക്ലിയർ? അപ്പം ഇങ്ങനെ മാർക്കറ്റിനെ കുറിച്ച്, അതുപോലെ ആ മാർക്കറ്റിൽ സെക്യൂരിറ്റിയുടെ വില കൂടുകയാണോ കുറയുകയാണോ, ബുള്ളിഷ് ആയിട്ട് വരുന്നുണ്ടോ ബിയറിഷ് ആയിട്ട് വരുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. ഇങ്ങനെ ബിഹേവിയറിനെ കുറിച്ചാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ക്ലിയർ? Then determines the trends and behavior of the market to identify the general psychology of investors. അല്ലേ? ഈ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ബിഹേവിയർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? നിലവിൽ ഭൂരിഭാഗം ഇൻവെസ്റ്റേഴ്സും എന്താണ് വിചാരിക്കുന്നത്? ക്ലിയർ? ഹൗ ദി ഇൻവെസ്റ്റേഴ്സ് ആർ ബിലീവിങ് or behaving. So what is the psychology of investors? Clear? അപ്പോൾ ആ സൈക്കോളജിയുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ മൂവ്മെൻറ്റ്സ് എന്തായിരിക്കും? ഷെയറിൻ്റെ പ്രൈസ് കൂടാൻ സാധ്യതയുണ്ടോ, കുറയാൻ സാധ്യതയുണ്ടോ? ക്ലിയർ? ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു തീരുമാനം എടുക്കുന്നു. ഓക്കെ, ഫ്യൂച്ചറിൽ കുറയാൻ സാധ്യതയുണ്ടെങ്കിൽ ഉടനെ എന്ത് ചെയ്യുന്നു? വിൽക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുക്കും. ഫ്യൂച്ചറിൽ കൂടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വാങ്ങാൻ വേണ്ടി ഇപ്പം തന്നെ വാങ്ങിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കണം. ഓക്കെ, ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജി, മാർക്കറ്റ് സൈക്കോളജി ഒക്കെ അനുസരിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. സോ ചാർട്ട്സ്, ഇൻഡിക്കേറ്റേഴ്സ്, പാറ്റേൺസ്, ഓസിലേറ്റേഴ്സ് എക്സെട്ര ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ അണ്ടർ പ്രൈസ് ആൻഡ് ഓവർ പ്രൈസ് സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെയും അണ്ടർ പ്രൈസ്ഡ് ആണോ ഓവർ പ്രൈസ്ഡ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ചില ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നു, ചില ഘടകങ്ങൾ ഉപയോഗിക്കുന്നു, ചില ടൂൾസ് ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണോ ആ ടൂൾസ്? ചാർട്ടുകൾ, സ്റ്റോക്ക് ചാർട്ട്സ് എന്നൊക്കെ നമ്മൾ പറയും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ ചാർട്ട്, ഡയഗ്രാം, ഇൻഡിക്കേറ്റേഴ്സ്, പാറ്റേൺ, ഓസിലേറ്റേഴ്സ്, ക്ലിയർ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതനുസരിച്ച് ഷെയർ ഓവർ പ്രൈസ്ഡ് ആണോ അണ്ടർ പ്രൈസ്ഡ് ആണോ നോക്കണം. ഇത് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയറുകളുടെ മൂവ്മെൻറ്റിനെ കുറിച്ച് ഗ്രാഫിക്കലി വരച്ച്, ക്ലിയർ, അത് ഷെയർ പ്രൈസസിൻ്റെ ആവറേജ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത്, അല്ലെങ്കിൽ മാർക്കറ്റിനെ കമ്പയർ ചെയ്തിട്ട്, ക്ലിയർ, കൺവെർജൻസ് ഡൈവേർജൻസ് എന്നൊക്കെ പറയും. ക്ലിയർ? ഷെയർ പ്രൈസ് ഒരു പെർട്ടിക്കുലർ ലൈനിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നുണ്ടോ, അതിൽ നിന്ന് വിട്ടുമാറുന്നുണ്ടോ, അതിൽ നിന്ന് കൺവേർജ് ചെയ്ത് അടുത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പോയിന്റ് ഓഫ് കൺവെർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് ആണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന പോയിന്റ്. ക്ലിയർ? ഇതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന ഒരു അനാലിസിസിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടെക്നിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. തുടർന്നുള്ള നമ്മൾ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നതിൽ ഓരോന്നിൻ്റെയും നമ്മൾ സിലബസിൽ പറഞ്ഞു വരിക്കുന്ന തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള എക്കണോമിക് അനാലിസിസ് എന്താണ്,
ഇൻഡസ്ട്രി അനാലിസിസ് എന്താണ്, കമ്പനി അനാലിസിസ് അതിൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ ടെക്നിക്കൽ അനാലിസിസ് എന്താണ് ഒക്കെ നമ്മൾ നോക്കാം. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് തുടർന്ന് നമ്മുടെ പോർഷൻസുമായി ബന്ധപ്പെട്ടിട്ട് നോക്കി പോകാൻ പറ്റും. ഓക്കെ.